രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ജിത്നി ആബാദി ഉത്നാ ഹക്ക്. എത്രത്തോളം പോപ്പുലേഷൻ നമ്മുടെ വിഭാഗത്തിൻ്റെത് കൂടുന്നോ അത്രത്തോളം അധികാരം. ജാതി എന്യൂമറേറ്റ് ചെയ്യണമെന്നും എല്ലാവർക്കും ജാതി അടിസ്ഥാനത്തിൽ റിസർവേഷൻ നൽകണമെന്നും അംബേദ്കർ പറഞ്ഞിരുന്നോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? മറുപടി മാത്രം. ഞാൻ അവിടെ സാമൂഹ്യമായിട്ടുള്ള സോഷ്യൽ ബാക്ക്വേർഡ്നെസ് ബേസ് ചെയ്തിട്ടുള്ള SC/ST റിസർവേഷനെ എതിർത്തിരിക്കുന്ന ഒരൊറ്റ ലൈൻ ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടാൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയുന്ന പണി ചെയ്യും. ഈ എൻഗേജ്മെന്റ് ഞാൻ ഇത് വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്. അംബേദ്കറിനെ വായിക്കാത്ത അംബേദ്കർ റൈറ്റ്സിനെ കുറിച്ച് ഇവിടെ എന്റെ കോ സ്പീക്കർ ആയിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ പറയുന്നു. അംബേദ്കറിനെ വായിക്കാത്ത അംബേദ്കർ റൈറ്റ്സിനെ നിങ്ങൾക്ക് കിട്ടത്തില്ല. അംബേദ്കറിനെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഞങ്ങളൊരു ജ്ഞാന സമൂഹം തന്നെയാണ്. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? തൊട്ട് മുമ്പേ, അതായത് ഒരു അരമണിക്കൂർ മുമ്പേ വേറെ ഒരു വേദിയിൽ ഈ സുഹൃത്ത് തന്നെ ഇരുന്ന് റിസർവേഷൻ എഫിഷ്യൻസിയെ കുറയ്ക്കുന്നു എന്നുള്ള വാദങ്ങൾ പറഞ്ഞത് അവിടെ ഇരുന്ന് കേട്ട ഒരു ദളിത് ബഹുജന സ്ത്രീയും കൂടെയാണ് ഞാൻ. ഇവനെ തടയണ്ട, അയച്ചുവിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. അതായത് അംബേദ്കറിനെ കുറിച്ച് വായിക്കാതെ, അംബേദ്കറിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് മനസ്സിലാകാതെ, അംബേദ്കറിന്റെ ആന്റി ഓപ്പറേഷൻ എന്നുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള കീ കോൺസെപ്റ്റിനെ മനസ്സിലാകാതെ, വേദബ്രാഹ്മണ്യത്തെ തള്ളിപ്പറയാതെ എടി പെണ്ണേ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ സുഹൃത്ത് മാളവിക അവിടെ പറഞ്ഞത് ഞാൻ മുമ്പ് അപ്പുറത്ത് മറ്റൊരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്ന ചില വാദങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. എനിക്കുള്ള ഒരൊറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, അംബേദ്കറിസ്റ്റുകൾ അംബേദ്കറെ പൂർണ്ണമായും വായിക്കണം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഞാൻ അവിടെ പറഞ്ഞിരുന്നത് എന്തുകൊണ്ട് ഇന്ത്യയിൽ ജാതി സെൻസസ് വേണ്ട എന്നതിനെപ്പറ്റി കോൺഗ്രസിന് പണ്ട് മുതൽ തന്നെ ഒരു നിലപാടുണ്ടായിരുന്നുവെന്നും ആ നിലപാട് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട് എന്നും ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുണ്ട് എന്നും രാജീവ് ഗാന്ധി ആവർത്തിച്ചിട്ടുണ്ട് എന്നുമാണ്. 1961 അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലുള്ള എല്ലാ മുഖ്യമന്ത്രിമാർക്കും അയച്ചിരുന്ന ഒരു കത്ത്. ആ കത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഭാഗത്തിനെയാണ് ഞാൻ ഉദ്ധരിച്ചത്. നിങ്ങൾ എതിർക്കുന്നത് എന്നെയല്ല, ജവഹർലാൽ നെഹ്റുവിനെയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഐ ഡിസ്ലൈക്ക് എനി കൈൻഡ് ഓഫ് റിസർവേഷൻ, മോർ പർട്ടിക്കുലർലി ഇൻ സർവീസ്. ഐ റിയാക്ട് സ്ട്രോങ്ലി അഗെയിൻസ്റ്റ് എനിത്തിങ് വിച്ച് ലീഡ്സ് ടു ഇൻഎഫിഷ്യൻസി ആൻഡ് സെക്കൻഡ് റേറ്റ് സ്റ്റാൻഡേർഡ്സ്. ഈ ഇൻഎഫിഷ്യൻസി എന്ന പദമാണ് മാളവിക എനിക്ക് അട്രിബ്യൂട്ട് ചെയ്തത്. അത് മാളവിക എന്നിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് ജവഹർലാൽ നെഹ്റുവിലേക്കാണ് അയക്കേണ്ടത് എന്നുള്ളത് സോഴ്സ് ഉദ്ധരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതേപോലെ തന്നെ രാജീവ് ഗാന്ധിയുടേതാണ് അടുത്ത പ്രസ്താവന. രാജീവ് ഗാന്ധി പറഞ്ഞിരുന്നത് നോ പ്രൊമോഷൻ ഓഫ് ഇഡിയറ്റ്സ് ഇൻ ദ നെയിം ഓഫ് റിസർവേഷൻ. ഞാനിത് പറയുമ്പോൾ പോലും ഞാൻ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് രാജീവ് ഗാന്ധിയെ ഉദ്ധരിച്ചാൽ അത് വിവാദമാകും. പക്ഷേ രാജീവ് ഗാന്ധി അന്ന് അലോക് മേത്തയ്ക്ക് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ പറയുകയാണ്, നോ പ്രൊമോഷൻ ഓഫ് ഇഡിയറ്റ്സ് ഇൻ ദ നെയിം ഓഫ് റിസർവേഷൻ ആൻഡ് ദാറ്റ് പ്രൊമോട്ടിംഗ് ഇഡിയറ്റ്സ് ഇൻ ദ നെയിം ഓഫ് റിസർവേഷൻ വുഡ് ഹാം ദി എൻറ്റയർ കൺട്രി. പോയി ചത്തുടടാ. അംബേദ്കറിനെ കുറിച്ച് എനിക്കൊറ്റ നിലപാട് മാത്രമേ ഉള്ളൂ. അത് അംബേദ്കറിനെ വായിച്ചിട്ടാണ്, അംബേദ്കറിനെ മനസ്സിലാക്കിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അംബേദ്കറിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ അംബേദ്കറിനെ വായിക്കുകയും വേണം, മറ്റുള്ള ആൾക്കാരെ വൃത്തിയായി കേൾക്കുകയും വേണം. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. യൂണിഫോം സിവിൽ കോഡ്, അംബേദ്കർ ഉദ്ദേശിച്ച യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ഇത് തലശ്ശേരി ബിരിയാണി, കണ്ണൂർ ബിരിയാണി, കോഴിക്കോടൻ ബിരിയാണി, മലബാർ ബിരിയാണി എന്നിങ്ങനെ പല പേരുകളിൽ പറയുന്ന ബിരിയാണി പോലെയല്ല. ദർ ഈസ് ഓൺലി വൺ യൂണിഫോം സിവിൽ കോഡ്. നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള പൗരന്മാരുടെ സിവിൽ നിയമങ്ങൾ ഒന്നായിരിക്കണം. അംബേദ്കറിന്റെ ആഗ്രഹം അതായിരുന്നു. അങ്ങനെയൊക്കെ വഴിയില്ലോ. നിങ്ങൾക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇന്ന് പറയുന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം അംബേദ്കറുടെ രാഷ്ട്രീയത്തിൽ നിന്ന് വിഭിന്നമാണ് എന്നുള്ളതാണ് എന്റെ പോയിന്റ്. ഇന്റർകാസ്റ്റ് മാരേജസ് 100% ഞാൻ ഇന്റർകാസ്റ്റ് മാരേജസിനെ എൻഡോഴ്സ് ചെയ്യുന്ന ആളാണ്. ഒരാളുമായി ഒരു ടെലിവിഷൻ ചർച്ചയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചതാണ്, ഈ സോകോൾഡ് സവർണൻ സോകോൾഡ് അവർണനെ വിവാഹം കഴിക്കുമ്പോൾ മാത്രമല്ല ജാതി നോക്കുന്നത്. നമ്മൾ ഇന്ന് പറയുന്ന പിന്നാക്ക ജാതികൾ എന്ന് പറയുന്ന ജാതികളിലുള്ള ആൾക്കാർ അവരവരുടെ അതേ ജാതികളിലുള്ള ആൾക്കാരെയാണ് കല്യാണം കഴിക്കുന്നത്. അല്ല എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? കുറവർ, പലയർ, പുലയർ, പറയർ എന്തെല്ലാം വിഭാഗങ്ങളുണ്ട്. കുറവരുമായിട്ടാണ് സാധാരണ നമ്മുടെ നാട്ടിൽ കല്യാണം കഴിക്കുന്നത്. കുറവരും പറയറുമായിട്ടല്ല, ഈഴവരും പുലയരുമായിട്ടല്ല സാധാരണ കല്യാണം കഴിക്കുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു സോകോൾഡ് സോഷ്യൽ അനീതി, അക്രമം എന്ന് പറയുന്ന കാര്യം
എല്ലാ വിഭാഗങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ഇതിനെ പൂർണ്ണമായി ഇല്ലാതെയാക്കണമെങ്കിൽ സർക്കാർ നിങ്ങളോട് ജാതി എന്ന് പറയുന്ന ഒരു കാര്യം ചോദിക്കരുത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ കാലത്തിനേക്കാൾ കൂടുതൽ പ്രസക്തി ഇന്നാണ്. ഇന്ന് നിങ്ങൾ പിന്നാക്ക ജാതിയാണെന്ന് നിങ്ങളോട് പറയുന്നത് ആരാ? മനുസ്മൃതിക്കാരാ? നിങ്ങൾ ധരിക്കുന്ന എന്താ? എല്ലാ ഹിന്ദുവിന്റെ വീട്ടിൽ മനുസ്മൃതി വെച്ച് പൂജിക്കുന്നതാണ്. ഈ കൂട്ടത്തിൽ മനുസ്മൃതി വായിച്ചിട്ടുള്ള എത്ര ഹിന്ദുക്കളുണ്ട്? കൈപൊക്കൂ. നിങ്ങളിൽ ഹിന്ദുക്കളില്ലേ? നിങ്ങളിൽ എത്ര പേര് മനുസ്മൃതി കണ്ടിട്ടുണ്ട്? മനുസ്മൃതിയുടെ ഒരു പ്രിന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ട്? ഇതാ ഇവിടെ ഒരാളാണ് കൈപൊക്കുന്നത്. ഞാൻ പറയുന്നത് ഈ മനുവാദത്തിൽ മനുസ്മൃതിയിൽ നിങ്ങൾ ഹിന്ദുക്കളെ തളച്ചിടേണ്ടതില്ല. ഞാനൊരു കാര്യം ചോദിക്കാം. മുസ്ലിം സ്ത്രീകളുടെ ഉൾപ്പെടെയുള്ള വിവാഹപ്രായം 21 വയസ്സെന്ന് ഏകീകരിക്കുന്നു. മുമ്പ് എങ്ങനെയാ? പ്യൂബർട്ടി വരുന്ന സമയത്ത്, പ്യൂബർട്ടി 13 വയസ്സിലാണ് വരുന്നതെങ്കിൽ 13 വയസ്സിൽ വിവാഹപ്രായം, 18 18 വയസ്സിൽ വിവാഹപ്രായം. അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. ഇനി അതല്ലാതെ പണ്ട് വിവാഹപ്രായം 18 ആയിരുന്ന സമയമുണ്ട്. 21 ആയതിനു ശേഷം 100 വർഷം കഴിഞ്ഞതിന് ശേഷം മനോരമ ഒരു ചർച്ച നടത്തുന്ന സമയത്ത് ശ്രീജിത്ത് പണിക്കർ എന്നൊരു വിദ്വാനുണ്ട്. ആ വിദ്വാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് 18ാമത്തെ വയസ്സിലാണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ നിയമം അതായിരുന്നു. ആ നിയമത്തിനെ മാറിയ കാലത്തിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ് അതാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്ന് പറയുന്നത് അനീതിയാണ്. ആ കാലത്തുണ്ടായിരുന്ന സാമൂഹ്യ സാഹചര്യങ്ങളോ അന്നുണ്ടായിരുന്ന കാര്യങ്ങളോ അല്ല ഇന്നുള്ളത്. ഇന്നുള്ള ഏത് നിയമം, ഒരൊറ്റ നിയമം പോലും ഇന്ന് ഭാരതീയ ന്യായ സംഹിത ആയിക്കോട്ടെ, IPC-യിലായിക്കോട്ടെ, മനുസ്മൃതിയിൽ നിന്നോ യാജ്ഞവൽക്യ സ്മൃതിയിൽ നിന്നോ എടുത്തിരിക്കുന്നതല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. നിങ്ങൾ 84 എന്ന് പറയുന്ന BNS ക്ലോസിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ മനഃപൂർവ്വം പറയാതിരിക്കുന്നത് BNS ക്ലോസ് 137 138 എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി പറയാത്തത്? എന്തുകൊണ്ടാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിനെ പറ്റി പറയാത്തത്? എന്തുകൊണ്ടാണ് എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരെ തട്ടിക്കൊണ്ടുപോകുന്നതിനെ പറ്റി പറയാത്തത്? ഇതിനാണ് പറയുന്നത് നമുക്കിഷ്ടമുള്ള സാധനത്തിനെ എടുത്ത് നമുക്ക് പറ്റുന്ന രീതിയിലത്തേക്ക് കാര്യം പറയുക എന്ന് പറയുന്ന നറേറ്റീവ്. ഈ നറേറ്റീവ് സൃഷ്ടിക്കലിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് താങ്കൾ കേട്ടിരിക്കുന്ന കാര്യം ശരിയായിട്ടല്ല കേട്ടിരിക്കുന്നതെങ്കിൽ അതിന്റെ പഴി എന്നിലേക്ക് റിഫ്ലക്ട് ചെയ്യരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അവസരം തന്നതിന് നന്ദി. ലൈവ് സ്ട്രീമിംഗ് യൂട്യൂബ് വീഡിയോ ഉണ്ടല്ലോ, അതിനകത്ത് ഇദ്ദേഹം പറഞ്ഞത് ആന്റി റിസർവേഷൻ സ്റ്റാൻഡാണോ അല്ലേ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഇത് അന്വേഷിക്കണം. ഒറ്റ മറുപടി മാത്രം. ഞാൻ അവിടെ സാമൂഹ്യമായിട്ടുള്ള സോഷ്യൽ ബാക്ക്വേർഡ്നെസ് ബേസ് ചെയ്തിട്ടുള്ള SC/ST റിസർവേഷനെ എതിർത്തിരിക്കുന്ന ഒരൊറ്റ ലൈൻ ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടാൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയുന്ന പണി ചെയ്യും. ഇന്നത്തോടെ അവന്റെ ശല്യം അങ്ങ് തീരുമെന്ന് വിചാരിച്ചാ, അതിനു പകരം അവനങ്ങ് ഷൈൻ ചെയ്തു. ശ്രീജിത്ത് പണിക്കർ പറയുന്നു, പിന്നെ ഈ ജാതി നിർമൂലനമാണ് അംബേദ്കർ വിഭാവനം ചെയ്തിട്ടുള്ളത്. പക്ഷേ അംബേദ്കറേറ്റുകൾ ജാതി സെൻസസിന് വേണ്ടി നിലകൊള്ളുന്നു. കറക്റ്റ് അല്ലേ? അല്ല, എല്ലാ ഞാൻ പറയുന്ന ഡിസ്ക്ലൈമർ താങ്കൾ ഒരു വിഭാഗം അംബേദ്കറേറ്റുകൾ അല്ലല്ല. ഞാൻ പറഞ്ഞത് ഒരു വിഭാഗം ആൾക്കാർ, ഒരു വിഭാഗം ആൾക്കാർ എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു വിഭാഗം ആൾക്കാർ, എല്ലാവരെയും അല്ല എന്ന് 2 പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഒരിക്കൽ കൂടി അംബേദ്കറൈറ്റ്സ് ദയവ് ചെയ്ത് പൂർണ്ണമായി കേൾക്കണം. അങ്ങനെ അധികാരമുള്ളവനും തമ്മിലാണ് മിശ്രവിവാഹം നടക്കുക. അധികാരമില്ലാത്തവനും തമ്മിൽ എങ്ങനെ മിശ്രവിവാഹം നടക്കും? അപ്പൊ സാറ് ജാതി സെൻസസിനെ എതിർത്തുകൊണ്ട് ഇവിടെ ജാതി എല്ലാ കാലത്തും നിലനിർത്താനുള്ള സംഘപരിവാർ പക്ഷത്തു നിന്നുകൊണ്ട് ആണ് സംസാരിക്കുന്നത്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ചേട്ടാ, ജാതി എന്യൂമറേറ്റ് ചെയ്യണമെന്നും എല്ലാവർക്കും ജാതി അടിസ്ഥാനത്തിൽ റിസർവേഷൻ നൽകണമെന്നും അംബേദ്കർ പറഞ്ഞിരുന്നോ? യെസ് ഓർ നോ? ചേട്ടാ ഒരു മിനിറ്റ്. യെസ് ഓർ നോ? ഒരാൾ യെസ് ഓർ നോ? രണ്ട്, ഇന്ന് പറയുന്ന ജാതി സെൻസസ് എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിലുമുള്ള എല്ലാ ജാതികളുടെയും കണക്കെടുത്ത് അതിനാനുപാതികമായിട്ട് നമ്മുടെ വിഭവങ്ങൾ നൽകുക എന്ന് പറഞ്ഞാൽ അതിൽ സോക്കോൾഡ് വരേണ്യ വർഗ്ഗക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അവരാണ് സ്ട്രെങ്തിൽ കൂടുതലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക്, സാമൂഹ്യ പിന്നാക്കാവസ്ഥയുള്ള ആൾക്കാർക്ക് കിട്ടേണ്ടുന്ന വിഭവങ്ങൾ അങ്ങോട്ടും പോകും. പകരം തിരിച്ചല്ല സംഭവിക്കുന്നത്. അതാണ് നിലവിലെ ജാതി സെൻസസ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇതല്ല ജാതി സെൻസസ് എന്ന് പറയുന്ന ഒരാളുമില്ല. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ജിത്നി ആബാദി ഉത്നാ ഹക്ക്. എത്രത്തോളം പോപ്പുലേഷൻ നമ്മുടെ വിഭാഗത്തിൻ്റെത് കൂടുന്നോ അത്രത്തോളം അധികാരം നമുക്ക് എന്ന് വെച്ചാൽ നായർ വിഭാഗത്തിന്റെ പോപ്പുലേഷൻ കൂടിയാൽ കൂടുതൽ അധികാരം നായർക്ക്. ക്രിസ്ത്യാനിക്കാണെങ്കിൽ അവർക്ക് കൂടുന്നതെങ്കിൽ അതിന് ജാതി സെൻസസ് നിലവിൽ അതാണ്. അതല്ലാത്തൊരു ജാതി സെൻസസിനെ പറ്റി പറയൂ. ആ ജാതി സെൻസസിനോട് ഞാനൊപ്പമല്ല. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?